السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരൻ തന്നെയാണ്. ലാ യദ്ലിമുഹു, അയാൾ അവനെ, അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയില്ല, ളുൽമ ചെയ്യില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ളുൽമ ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. വലാ യുസ്ലിമുഹു, ളുൽമ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാനും പാടില്ല. അതായത് സ്വന്തം ളുൽമ ചെയ്യില്ല, മറ്റൊരാൾക്ക് ളുൽമ ചെയ്യാൻ വിട്ടുകൊടുക്കുകയുമില്ല, ദ്രോഹിക്കുകയുമില്ല. മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതി. ആരെങ്കിലും ഒരു സഹോദരന്റെ ആവശ്യം അതിനു വേണ്ടി പരിശ്രമിച്ചാൽ അല്ലാഹു അവന്റെ ആവശ്യം നടത്തി കൊടുക്കും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ആരെങ്കിലും ഒരു മുസ്ലിമിൽ നിന്നൊരു പ്രയാസം നീക്കിയാൽ ഫറജ അല്ലാഹു അൻഹു ബിഹാ കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. അന്ത്യനാളിന്റെ പ്രയാസങ്ങൾ ഒരുപാടാണ് നമുക്ക് നേരിടാനുള്ളത്. അത് ഉയർത്തെഴുന്നേൽപ്പ് മുതൽ, അതിനു മുമ്പ് ബർസഖ് മുതൽ ആ മഹ്ശർ വരെ, അത് മുതൽ ആ ഹിസാബ് വരെ, അതുപോലെ തന്നെ ഓരോ സമയത്തും സിറാത്ത് കാലം ഉൾപ്പെടെ ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലും അന്ത്യനാളിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നേരിടാനുണ്ട്. ആ പ്രയാസങ്ങളിൽപ്പെട്ട പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നീക്കി കൊടുക്കും. എങ്ങനെയാണെങ്കിൽ, ദുനിയാവിൽ നിന്ന് തന്റെ ഒരു മുസ്ലിം സഹോദരന്റെ പ്രയാസം ഈ മനുഷ്യൻ നീക്കി കൊടുത്താൽ, വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിനെ അയാളുടെ ന്യൂനത മറച്ചു വെച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു അയാൾക്ക് അയാളുടെ ന്യൂനത ഖിയാമത്ത് നാളിൽ മറച്ചു കൊടുക്കും. വിചാരണയുടെ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, വിചാരണ പല രൂപത്തിലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു ഒരു അടിമയെ വിളിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. ഒരു വിശ്വാസിയായ അടിമയെ വിളിക്കും, എന്നിട്ട് അള്ളാഹുവിനോട് ചേർത്ത് നിർത്തും. എന്നിട്ട് അള്ളാഹുവിനും അയാൾക്കും മാത്രം ഒരു മറയുണ്ടാകും. അതായത് മറ്റുള്ളവർ ഇവരെ കാണാത്ത രൂപത്തിൽ ഒരു മറയിൽ അയാളെ കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, നീ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ, നീ ചെയ്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്ന് അയാളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും. മറ്റാരും കാണാതെ അള്ളാഹുവിന്റെ മാന്യത ഈ മനുഷ്യനെ മാറ്റി നിർത്തി ആരെയും കാണിക്കാതെ ഇയാളെ മാത്രം കാണിക്കും. ഇതൊക്കെ നീ ചെയ്തതല്ലേ? അപ്പോൾ അയാൾ സമ്മതിക്കും, അതേ റബ്ബേ, ഞാനിതൊക്കെ ചെയ്തു. അയാൾ വല്ലാതെ ഭയചകിതനാകും. അയാൾക്ക് തോന്നും, ഇനി എന്റെ കാര്യം നഷ്ടമാണ്, അള്ളാഹു പിടിച്ചു, അള്ളാഹു പിടികൂടി, ഇനി രക്ഷയില്ല എന്നോ വിചാരിച്ചിരിക്കുമ്പോൾ അള്ളാഹു പറയും, ദുനിയാവിൽ ഇതൊക്കെ നിനക്ക് മറച്ചു തന്നത് ഞാനാണ്, ഇപ്പോൾ ഞാനിതാ നിനക്കത് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയും. വല്ലാത്തൊരവസ്ഥയായിരിക്കും അതാർക്കാനുണ്ടാവുക. ദുനിയാവിൽ മനുഷ്യരുടെ ന്യൂനതകൾ മറച്ചു വെച്ചയാൾക്കാണ്. ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല. അതാരാണെങ്കിലും ശരി, മനുഷ്യനെങ്കിൽ ന്യൂനതയുണ്ടായിരിക്കും. ആ ന്യൂനത നമ്മൾ അറിഞ്ഞാൽ അത് മറച്ചു വെക്കലാണ് വേണ്ടത്, അത് പരസ്യമാക്കുകയല്ല. അങ്ങനെ ചെയ്താൽ നമ്മളുടെ ന്യൂനതയും അള്ളാഹു വെളിവാക്കും. ആരെങ്കിലെയും അള്ളാഹു വെളിവാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അവന്റെ വീടിനകത്താണെങ്കിൽ പോലും അള്ളാഹു അവനെ വഷളാക്കിയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് ശ്രദ്ധേയമാണ്. നമ്മൾ ഇനി എവിടെ പോയി ഒളിച്ചാലും നമ്മളുടെ തനി നിറം അള്ളാഹു പുറത്തു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ ആർക്കും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ന്യൂനത മുസ്ലിം സഹോദരന്റെ ആകട്ടെ, ഏതൊരു മനുഷ്യന്റെ ആകട്ടെ, ആരുടെയും ന്യൂനത വെളിപ്പെടുത്താതെ മറച്ചു വെക്കലാണ് നമുക്ക് നല്ലത്, നമുക്കും മറ്റുള്ളവർക്കും നല്ലത് അതാണ് എന്നാണ് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുസ്ലിം സഹോദരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു മമതയും ഒരു കാരുണ്യവും അലിവും ആർദ്രതയും ഒരു പരസ്പരം ഉള്ള സഹാനുഭൂതിയും സഹകരണവും സഹായവും എല്ലാം നമുക്കുണ്ടാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ.
സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.